അപ്പോൾ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ുമായി ബന്ധപ്പെട്ട് CPIM ശക്തി കേന്ദ്രങ്ങളിൽ പോലും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ മാത്രമല്ല, അതിലുപരിയായിട്ട് വൈകാരികപരമായ പല കാര്യങ്ങളും ഇത്തരത്തിലൊരു പരാജയത്തിന് കാരണമായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി കവർച്ച മുതൽ ഇപ്പോൾ ADM നവീൻ കുമാറിന്റെ മരണം വരെ ഇതിന് കാരണമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനവികാരം തിരിച്ച് ആവാൻ ഒരു കാരണമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ ഒരു പരാജയത്തെ മറികടക്കാൻ എന്തൊക്കെയായിരിക്കും ഇനി CPIMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നടപടികൾ എന്തൊക്കെയായിരിക്കും? വിദ്യ, CPMനെ സംബന്ധിച്ച് അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ കനത്ത തിരിച്ചടിയുടെ പ്രധാനപ്പെട്ട കാരണം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ധാർഷ്ട്യം, ധിക്കാരം, അഹന്ത തുടങ്ങിയവയ്ക്ക് ജനങ്ങൾ കൊടുത്ത തിരിച്ചടി തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, ഇരട്ടത്താപ്പിന്റെ അപ്പോസ്തലന്മാരാണ് CPMും പിണറായി സർക്കാരും എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതുകൂടിയാണ് ഈ ജനവിധിയിൽ വ്യക്തമാകുന്നത്. ഇപ്പോൾ നോക്കുക, ഈ സർക്കാരിൻ്റെ തന്നെ ഇൻ്റലിജൻസ് എന്തുകൊണ്ട് ഇത് തോറ്റു, CPM തോറ്റു, LDF തോറ്റു എന്നതിനെക്കുറിച്ച് ഒരു സർവേ നടത്തി. ആ സർവേയിൽ കിട്ടിയ ഫലം CPMനെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഒരു വശത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ മറ്റു പല തരത്തിലുള്ള ജനകീയ പ്രവർത്തനങ്ങളും നടത്തുന്നു, പൊതിച്ചോറ് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പുറത്തെ വശത്ത് ജനങ്ങൾ അതിനേക്കാളൊക്കെ ഉപരിയായ രോഷത്തിൽ സർക്കാരിനെതിരെ നിലകൊള്ളുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം CPMന് ഇപ്പോഴാണ് മനസ്സിലായിരിക്കുന്നത് കരുതേണ്ടി വരും. CPMന് ജനരോഷം അളക്കാൻ വന്നിരിക്കുന്നത്, അതെ, ജനരോഷത്തിന്റെ തീവ്രത അളക്കുന്ന മെഷീൻ അടിച്ചുപോയി CPMന്റെ എന്ന് പറയേണ്ടി വരും. അവരത് കാരണം അതുകൊണ്ടാണ് MM മണിയൊക്കെ പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പെൻഷൻ വാങ്ങി ശാപ്പാടടിച്ചിട്ട് നിങ്ങൾ നന്ദികേട് കാണിച്ചു എന്ന് പറഞ്ഞാൽ, പെൻഷൻ കിട്ടിയാൽ ജനങ്ങൾ വോട്ട് ചെയ്യും, പെൻഷൻ കുറെ കൊടുത്ത് കുറെ കിറ്റും കൊടുത്ത് അങ്ങ് ജനങ്ങളെ സുഖിപ്പിച്ച് നിർത്തിയാൽ ജനങ്ങൾ അങ്ങ് വോട്ട് ചെയ്യും CPM എന്ന മണ്ടത്തരമാണ് CPMന് ഇത്ര വലിയ തിരിച്ചടിയിലേക്ക് നയിച്ചത്. അപ്പൊ ഇത് അവരുടെ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നൊരു ധാരണയായിരുന്നു അതല്ലേ, അത്തരത്തിൽ ഇത്തരം കിറ്റുകൾ കൊടുത്താലും അല്ലെങ്കിൽ പെൻഷൻ കൊടുത്താലും ഒക്കെ. അതെ, രണ്ടാം ഭരണം കിട്ടിയതിന്റെ ഒരു കാരണം അതായിരുന്നല്ലോ. ഇപ്പോ ഈ കിറ്റും പെൻഷനും ഒക്കെ കൊടുത്ത് ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അങ്ങനെ നേടിയൊരു വിജയമാണ്. അപ്പോൾ ഇനി കാര്യങ്ങൾ അങ്ങനെ പോകില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഇത് നോക്കുക, നമ്മളതിന്റെ ഘടകങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ തുടർഭരണം ഉണ്ടാകില്ല, UDF ഭരിക്കും, UDFന് റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടും, 100-ലധികം സീറ്റുകൾ UDFന് പിടിക്കാൻ സാധിക്കും എന്ന നിലയിലേക്കാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ആന്തരിക അർത്ഥങ്ങൾ തേടിപ്പോയാൽ നമുക്ക് മനസ്സിലാവുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, വോട്ടർമാരെ CPMൽ നിന്ന്, സർക്കാരിൽ നിന്ന് അകറ്റിയതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് സ്വർണ്ണക്കൊള്ളയാണ്. ഈ സ്വർണ്ണക്കൊള്ള വിഷയം ഈ ചുരുങ്ങിയ 3 മാസം കൊണ്ട് മറയ്ക്കാനോ അതിൽ നിന്ന് ജനങ്ങളെ വഴിമാറ്റാനോ CPMന് കഴിയില്ല. അതിനുള്ളൊരു ശ്രമം CPM ഒരു പരിധിവരെ അതിന് ശ്രമിക്കുകയും ചെയ്തിരുന്നു അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസൊക്കെ ഉയർത്തിക്കൊണ്ട് വരാൻ ഒരുപാട് ശ്രമിച്ചിരുന്നെങ്കിൽ പോലും അത്രയും വില പോയില്ല. അല്ല, അതാണ് പറയുന്നത്. നമ്മളിപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് പെൻഷൻ കാശ് ഉയർത്തി എന്ന പ്രഖ്യാപനം നടത്തിയത്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ വരുന്നു, പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ CPM പമ്പ് ചെയ്യുന്ന വാർത്തകൾ അതുപോലെ ഏറ്റെടുക്കുന്നു. സ്വർണ്ണക്കൊള്ള വിഷയം ഒരു ചാനലുകളും ചർച്ച ചെയ്യുന്നില്ല, മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ മാങ്കൂട്ടത്തിൻ്റെ പിറകെ തെക്കുവടക്ക് ഓടുന്നു. അപ്പോൾ സ്വാഭാവികമായി പണ്ടുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണെങ്കിൽ ഈ മാധ്യമങ്ങളിൽ 24 മണിക്കൂറും ഒരേ വിഷയം ചർച്ച ചെയ്താൽ ജനങ്ങൾ ആ വിഷയത്തിൻ്റെ പിറകെ പോകും. ഇപ്പോൾ പണ്ട് സോളാർ വിഷയത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ CPM വലിയ ചർച്ചകൾ നടത്തി, കേരളത്തിലെ മുഴുവൻ ചാനലുകൾ അത് ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന് അവിടെ തുടർഭരണം കിട്ടിയില്ല, CPM അധികാരത്തിലേറി, പിണറായി മുഖ്യമന്ത്രിയായി. അത് കൃത്യമായിരുന്നു. ഈ രണ്ടാം പിണറായി സർക്കാരിന് തൊട്ട് മുമ്പ് എന്താണ്, പെൻഷനും കിറ്റും ഒക്കെ കൊടുക്കുന്നു, വികസന സർക്കാർ, ജനകീയ സർക്കാർ എന്ന് ചാനലുകൾ നിരന്തരം പറയുന്നു. മുഖ്യധാരാ ചാനലുകളിലൊക്കെ പിണറായി വിജയൻ കൊറോണക്കാലത്തും പ്രളയകാലത്തും ഒക്കെ എടുത്തിട്ടുള്ള നയങ്ങൾ, പ്രസ് മീറ്റുകൾ, നിരന്തരമായ പ്രസ് മീറ്റുകളൊക്കെ തുടർച്ചയായി വരുന്നു. കപ്പിത്താൻ എന്ന ഹാഷ്ടാഗ്, രക്ഷകൻ എന്ന ഹാഷ്ടാഗ്, അപ്പോൾ എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് എന്ന നിലയിൽ, നന്മയുള്ള ലോകമേ പാട്ട്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുറേ കാലമായി ഉണ്ടാക്കി വെച്ച ഒരു ഇമേജിൻ്റെ പുറത്ത് ഈ പെൻഷനും കിറ്റും പദ്ധതികളും ഒക്കെ വന്നപ്പോൾ ആ വഴി CPMന് തുടർഭരണം കിട്ടി. ആ സമയത്ത് കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമായിരുന്നു.
അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ കെട്ടുറപ്പ് നഷ്ടമായിരുന്നു. പ്രതിപക്ഷത്തിന് കൃത്യമായി ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടുകൂടി CPM-നെ നേരിടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പിണറായിയെ നേരിടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് രണ്ടാമതും തുടർഭരണം കിട്ടിയത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വിദ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ടിട്ട് ജനങ്ങളുടെ ഉള്ളിലെ ഈ വെറുപ്പും വിദ്വേഷവും, അതായത് സർക്കാരിനോടുള്ള വെറുപ്പും വിദ്വേഷവും, സ്വർണ്ണക്കൊള്ളയിലുള്ള ഭക്തരുടെ വികാരവും ജനങ്ങളുടെ വികാരവും ഒന്നും മാറ്റാൻ കഴിയില്ല. അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പോടുകൂടി മനസ്സിലായി. അല്ലെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ ഒരു ജനവിധിയല്ല കൊടുക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എല്ലാവരും ചർച്ച ചെയ്യും, ശബരിമല വിഷയം മറക്കും, എല്ലാവരും പോയി CPM-ന് വോട്ട് കുത്തും. കാരണം പെൻഷനും കിറ്റും ഒക്കെ വരികയാണല്ലോ, പെൻഷൻ കൊടുക്കുകയാണല്ലോ. പക്ഷെ ഇവിടെ തെറ്റിപ്പോയി. ഇവിടെ CPM-ന്റെ സകല കണക്കുകളും തെറ്റിപ്പോയി. സ്വർണ്ണക്കൊള്ള വിഷയം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല, അവരത് മനസ്സിൽ ഓർത്ത് വെക്കുകയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും മതമില്ലാത്തവനായാലും ഒക്കെ ശബരിമലയോടൊരു വലിയ വൈകാരികമായ അടുപ്പമാണ്. കുട്ടിക്കാലം മുതലേ ശബരിമലയിലെ പാട്ടുകൾ കേൾക്കാതെ, അരവണ കഴിക്കാതെ, ശബരിമലയിലെ ഭക്തരെ കാണാതെ ഒരാളും ഒരു മലയാളിയും ജീവിച്ചിട്ടുണ്ടാകില്ല, ഇപ്പോഴും ഉണ്ടാകില്ല. പുതുതലമുറയിൽപ്പെട്ടവർ ആ രീതിയിൽ തന്നെ ഭഗവാൻ അയ്യപ്പനുമായിട്ടുള്ള വൈകാരികമായ ബന്ധം ചുറ്റുപാടുകളിൽ മിനിമം ഒന്ന് കണ്ടിട്ടെങ്കിലുമായിരിക്കും ജീവിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ അയ്യപ്പ ഭഗവാനോടുള്ള ഭക്തി, സ്നേഹം, അല്ലെങ്കിൽ ഒരു വലിയ ബഹുമാനം ഒക്കെയുണ്ട്. അത് എത്ര വലിയ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞാലും ശബരിമല ശാസ്താവ്, ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലും ഒരു സ്ഥാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തെ അല്ലെങ്കിൽ ആ വികാരത്തെയാണ് ഈ സ്വർണ്ണക്കൊള്ളയിലൂടെ വളരെയധികം മോശമായിട്ട് വ്രണപ്പെടുത്തിയിരിക്കുന്നത്. സാക്ഷാൽ ഭഗവാന്റെ സ്വർണ്ണപ്പാളിയും സ്വർണ്ണക്കട്ടളയും ഒക്കെ ഇളക്കിക്കൊണ്ടുപോയിട്ട് പകരം വേറെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയാണോ? ഇപ്പതാ പറയുന്നു ശബരിമലയിൽ അത്രയ്ക്ക് ധൈര്യം മാത്രമല്ല, കൊള്ളക്കാരന്റെ മനസ്സാണ് ഇവരൊക്കെ. കൊള്ളക്കാരുടെ മനസ്സ്, കൊള്ളക്കാരാണ് ഇവർ, കള്ളന്മാര്. ഇവരാണ് ജനസേവനം എന്ന് പറയുന്നത്. കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് അവിടെ വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ കുറേ പെൻഷനും കൊടുത്തിട്ട് ഞങ്ങൾ ജനകീയ സർക്കാർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങൾ അംഗീകരിക്കുക? കള്ളന്മാരുടെ സർക്കാർ എന്നല്ലേ പറയേണ്ടത്? കാരണം 2019 കാലഘട്ടത്തിലൂടെ ദേവസ്വം ഇവിടെ ഭരിച്ചിരുന്ന സർക്കാർ പിണറായി വിജയൻ്റെയാണ്. ശബരിമലയിൽ സുരക്ഷയുണ്ടായിരുന്ന പോലീസ്, ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട പത്മകുമാറും N വാസുവും ഒക്കെ CPM-ന്റെ ആളുകളാണ്. ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പം അതിനെ അതിജീവിക്കാൻ CPM-ന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. 2 ഉന്നത IPS ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കെടുത്ത് പറയാണ്. അതുപോലെ തന്നെ ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ, ഈ പുരാവസ്തുക്കളൊക്കെ കടത്തിക്കൊണ്ടുപോകുന്ന ചെന്നൈ സ്വദേശി വഴി വിറ്റിരിക്കുകയാണ്. അതിന്റെ പൈസ ഉന്നതർ മേടിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. എവിടെ നിന്നാണ്? ശബരിമലയിൽ നിന്നാണ്. ആലോചിക്കാം. ഏതോ സൂചിപ്പിച്ചതുപോലെ തന്നെ പറഞ്ഞു ഏത് സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും ഒരു ഇലക്ഷന് മുന്നോടിയായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും നല്ലത് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിലൂടെ തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് അത് അവർ ശരിയാണ് എന്ന് ആഴത്തിൽ പതിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്രാവശ്യവും അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് ഈ പറയുന്ന LDF-ന് വോട്ട് കുത്തുന്നവർ പോലും ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ കൂടുതലും മറ്റു രീതികളിലേക്ക് ചിന്തിച്ചു തുടങ്ങി. അല്ലെങ്കിൽ ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകാരികമായി ശബരിമല ശാസ്താവ് എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ വിശ്വാസത്തിനുപരിയായി ഒരു മതേതര വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. അവിടെ വരെ ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ കാണിച്ചു. ഇത് ചെയ്തവരെ പുറത്താക്കാൻ പോലും ഒരു മനസ്സ് പോലും അല്ലെങ്കിൽ അതിനുള്ള ശ്രമം പോലും ആ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾ അവിടെയല്ലേ കൂടുതലായിട്ട് മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. കുറ്റക്കാര് CPM-കാരാണ്, CPM-ന്റെ നേതാക്കളാണ്. അവർക്കെതിരെ ഇപ്പോഴും നടപടിയില്ല. അവിടെയാണ് ഇരട്ടത്താപ്പ് ചർച്ചയാവുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതോ ഒരു സ്ത്രീ പരാതി കൊടുത്തോ, അല്ല ഒരു ഓഡിയോ വന്നപ്പോഴേക്കും രാഹുലിനെ പുറത്താക്കണമെന്ന് പറഞ്ഞ് അലമുറയിട്ടവര് പത്മകുമാറിന്റെ കാര്യത്തിൽ പറയുന്നത് കോടതി വിധി വരട്ടെ, അന്തിമമായ വിധി വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാന്ന. അവിടെ തന്നെ ഇരട്ടത്താപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ നവീൻ ബാബുവിന്റെ ADMK നവീൻ ബാബുവിന്റെ മരണം, PP ദിവ്യയുടെ പെർഫോമൻസ്, മേയർ ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിവാരങ്ങൾ നടത്തുന്ന, അപ്പോൾ ഏറ്റവും ഒടുവിൽ ധ്യാൻ ശ്രീനിവാസൻ പിണറായി വിജയന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നില്ല എന്ന് പറഞ്ഞിട്ട് സൈബർ ഇടങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല അത് പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാന്യമായിട്ടാണ് ഇടപെട്ടത് ആ കുടുംബത്തോട്. പക്ഷേ സൈബർ ഇടങ്ങളിൽ ഈ സഖാക്കളായിട്ടുള്ള ആളുകൾ, സൈബർ സഖാക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളൊക്കെ ഈ പറയുന്ന ധ്യാനിനെതിരായ ക്യാമ്പയിൻ തിരിച്ചുവിട്ടത്, അതുപോലെ തന്നെ ഈ പോറ്റിയെ കേറ്റിയെ പാട്ടിനെതിരെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഫാസിസ്റ്റ് നിലപാട്,
ആ പാട്ട് യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി മെറ്റയ്ക്ക് കത്തയച്ച പരിപാടി. ഈ സ്വർണ്ണക്കൊള്ള തന്നെയാണ്, ശബരിമല ശാസ്താവ് തന്നെയാണ് വലിച്ചു താഴെയിടാൻ പോകുന്നത് ഈ സർക്കാരിനെ എന്ന് തന്നെ പറയേണ്ടി വരും ഒരു വലിയൊരളവിൽ. പിന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്. വെള്ളക്കരം കൂട്ടി, അതുപോലെ വൈദ്യുതി ചാർജ് കൂട്ടി, നമ്മുടെ നാട്ടില് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുപ്പ് ഷർട്ട് ഇടാൻ പറ്റാത്ത അവസ്ഥ, പോലീസിന്റെ അതിക്രമങ്ങൾ, പോലീസ് സ്റ്റേഷനുകളൊക്കെ കൊലക്കളങ്ങളാകുന്ന ക്രൂരമായ മർദ്ദന മുറകൾ നടക്കുന്ന ഒരു സങ്കേതങ്ങളായി മാറുന്ന സ്ഥലം, കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥര്, ADGP MR അജിത് കുമാറിനെ കുറിച്ച് PV അൻവർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിരൂക്ഷമായ രീതിയിൽ പ്രചാരണം നടത്തുന്ന CPM നേതാക്കള്, ഇപ്പോൾ പോറ്റിയെ കയറ്റിയെ ഗാനം എഴുതിയത് ലീഗുകാരാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ മതം നോക്കിക്കൊണ്ട് അതിന് പിന്നിൽ മറ്റു പല അജണ്ടകളുമുണ്ട് എന്ന് വിധി എഴുതുന്ന CPMകാരുണ്ട് ഇവിടെ. BJP പറയുന്നതിനേക്കാൾ രൂക്ഷമായ ന്യൂനപക്ഷ വിരോധം പറയുന്ന നിലയിലേക്ക് CPM ഇവിടെ മാറിയിട്ടുണ്ട്, നേതാക്കൾ ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങളെ എഴുതി വെക്കുകയാണ്. ഇപ്പോൾ ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ശബരിമല വിഷയം തന്നെ ഏറ്റവും പ്രധാന ഘടകമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ മരണം, ആര്യ രാജേന്ദ്രൻ്റെ അഹങ്കാരം തുടങ്ങിയ പല വിഷയങ്ങളും പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെ, ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങളിലുള്ള ആ ഒരു പാളിച്ച തന്നെയാണല്ലോ ഇത്രയും ഒരു കോട്ടയായിരുന്ന ഒരു സ്ഥലം പെട്ടെന്ന് മറ്റൊരു പാർട്ടിയുടെ കയ്യിലേക്ക് പോവുക എന്ന് പറയുന്നത് ആ ഒരു ഭരണത്തിൽ വന്ന പോരായ്മ തന്നെയായിരുന്നല്ലോ. പക്ഷെ അതും ഇവർ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ല, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരം മാത്രമല്ല, അവിടെ കൊടിയ അഴിമതികൾ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നിയമനങ്ങളിൽ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു പാവപ്പെട്ട KSRTC ഡ്രൈവർ യദു എന്ന് പറയുന്ന ഒരു ഡ്രൈവറെ വഴിയിൽ തടഞ്ഞ് ചീത്ത വിളിക്കാനും ആ യുവാവിൻ്റെ തൊഴിൽ നഷ്ടപ്പെടുത്താനും പിന്നെയും അതിന് ന്യായീകരിച്ച് രംഗത്ത് വരാനും ഒക്കെ ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രതിനിധിയായ ആര്യ രാജേന്ദ്രനും ഭർത്താവും CPM ഒക്കെ തയ്യാറാകുമ്പോൾ ജനങ്ങൾ അതിനെ ധിക്കാരം, ധാർഷ്ട്യം, അധികാരത്തിൻ്റെ മത്ത്, അഹങ്കാരം എന്നൊക്കെ വിളിക്കും. അവർ അതിനനുസരിച്ച് പണി കൊടുക്കും. ആ പണിയാണ് അവിടെ കിട്ടിയത്. അതിനൊപ്പം ഈ അഴിമതി എന്ന് പറയുന്ന ഘടകം കൂടി വരുന്നതോടെ നിൽക്കക്കളിയില്ലാത്ത അവസ്ഥയായി CPMന്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM സർക്കാർ കൊള്ള നടത്തുന്നു, ജനവിരുദ്ധ നയങ്ങൾ നടത്തുന്നു, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ക്രൂരമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ജനങ്ങൾക്ക് സംവദിക്കാനുണ്ട്. അതിനിടയിലൂടെ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണ് കേസ് കൊണ്ടുവന്ന് സർവവും ഇതിൽ മുങ്ങിപ്പോകുമെന്ന് കരുതിയപ്പോൾ നേരെ തിരിച്ചടിക്കാനുണ്ടായത്. പോറ്റിയെ കയറ്റിയ പാട്ട് ഹിറ്റടിച്ച് അത് ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ വേരാഴ്ത്തി ആ പാട്ട് കൊടുത്ത തിരിച്ചടി വലിയ തിരിച്ചടിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ പാട്ട് നിരോധിക്കാൻ പോയവരാണ്. അവസാനം നിരോധിക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത് ഇത് ജനങ്ങൾ ഏറ്റെടുത്തു, ഇത് നിരോധിച്ചാൽ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ അറസ്റ്റ് ചെയ്താൽ 8ന്റെ പണി കിട്ടുമെന്ന് മനസ്സിലായി. അപ്പം തന്നെ യൂട്ടേൺ അടിച്ചു. അവിടെ ഇരട്ടത്താപ്പ്. രാവിലെ പറയുന്നു ഈ പാട്ട് ഹിന്ദുക്കളോടുള്ള അവഹേളനമാണ്, ഹൈന്ദവ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ നേരെ യൂട്ടേൺ അടിച്ചിട്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആളുകളായിട്ട് ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് പഴയ കാലഘട്ടമല്ലല്ലോ, ആകാശവാണി കാലഘട്ടമല്ലല്ലോ. ആൾക്കാർ സോഷ്യൽ മീഡിയയിലത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യല്ല. അപ്പം ഞാൻ പറയുന്നത് മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിൽ ഇപ്പോൾ ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ കുറേ ഘടകങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഘടകങ്ങളൊക്കെ CPMന് ഒരു പെട്ടെന്ന് നാളെ മുതൽ പിണറായി വിജയൻ റോട്ടിലിറങ്ങി എല്ലാവരെയും തോളത്ത് സ്നേഹത്തോടെ തട്ടി ബാ മക്കളെ ചായ കുടിക്കാനൊന്നും പറഞ്ഞാലൊന്നും മാറില്ല. അതിനെ PR വർക്കായിട്ട് തന്നെ ജനങ്ങൾ തിരിച്ചറിയുള്ളൂ. പിന്നെ റോഡ് വികസനം എന്ന് പറയുന്ന കാര്യമൊക്കെ CPM എടുത്തിടും. പക്ഷേ അതൊക്കെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൊണ്ടാണ് നാഷണൽ ഹൈവേ വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് CPMന് മൈലേജ് ഉണ്ടാക്കാൻ സാധിക്കില്ല. മാനുഷികമായ പ്രശ്നങ്ങളെ വികസന കെട്ടുകാഴ്ചകൾ കാണിച്ചിട്ട് മറികടക്കാമെന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പം ഇതിലുണ്ടാവുന്ന ഒരു മാറ്റമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ താഴെ ഇടാനായിട്ട് നിരവധി ആരോപണങ്ങൾ, സ്വപ്ന സുരേഷുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ആരോപണങ്ങളൊക്കെ വന്നുവെങ്കിലും അന്ന് കോൺഗ്രസിന് കെട്ടുറപ്പില്ലായിരുന്നു. പക്ഷേ ഇവിടെ കോൺഗ്രസിന് കൃത്യമായ കെട്ടുറപ്പുണ്ട്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഗ്രൗണ്ട് വർക്ക് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലം പല മണ്ഡലങ്ങളിലും കണ്ടിട്ടുണ്ട്. മുസ്ലിം ലീഗ് അതിശക്തമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലവും നമ്മൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ചേർത്ത് വെച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഐക്യവും എന്തു വന്നാലും അധികാരം പിടിക്കുമെന്ന വാശിയും അതനുസരിച്ച് ജനങ്ങൾ ഒറ്റക്കെട്ടായി UDFനും കോൺഗ്രസിനും ഒപ്പം നിൽക്കുന്ന സാഹചര്യവും കൂടി പരിഗണിച്ചാൽ ഉറപ്പിച്ചു പറയാം ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് വെളിച്ചം വീശുന്നത് ഭരണമാറ്റത്തിലേക്ക് തന്നെയാണ്. അതും ചെറിയ ഭരണമാറ്റമല്ല. ഭക്തരും സ്ത്രീകളും ഹൈന്ദവ വിഭാഗവും ന്യൂനപക്ഷങ്ങളും
ഒക്കെ ചേർന്നുകൊണ്ട് CPM-നെയും LDF-നെയും തോൽപ്പിക്കും, തറ പറ്റിക്കും. ഒരു 120 സീറ്റെങ്കിലും UDF-ന് മൊത്തത്തിൽ കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ന്യൂനപക്ഷ മേഖലകൾ മൊത്തത്തിൽ UDF-നൊപ്പമാണ്. CPM-ഉം BJP-യും ചേർന്നിട്ടുള്ള CJP എന്നൊരു കൺസെപ്റ്റ് കൃത്യമായി മുസ്ലിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. BJP-ക്ക് വഴി തുറക്കുന്ന CPM-ന്റെ അടവ് നയങ്ങൾ, PM ശ്രീ പദ്ധതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള BJP-യോട് ചേർന്ന് നിൽക്കുന്ന CPM നയങ്ങൾ ജനങ്ങൾ കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ മൊത്തത്തിൽ പോയി. പിന്നെയുള്ളത് ക്രിസ്ത്യൻ ബെൽറ്റാണ്. ആ ക്രിസ്ത്യൻ ബെൽറ്റിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് BJP-യുടെ ഇരട്ടത്താപ്പ്. കോൺഗ്രസ് മാത്രമേ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകൂ എന്ന നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളം ക്രിസ്ത്യൻ വോട്ടുകൾ മെജോറിറ്റിയുള്ള ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ ആ മാറ്റം പ്രകടമാണ്. കോൺഗ്രസ് വോട്ടുകൾ കൂട്ടത്തോടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് UDF-ന്. ജോസ് കെ മാണിയൊക്കെ അടിച്ചു പോയത് അങ്ങനെയാണ്. അപ്പോൾ അവിടെയും UDF-ന് മെജോറിറ്റിയായി. പിന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഈ സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഒരു കാലത്തും BJP-ക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് ഭരണമാറ്റമാണ് വേണ്ടത്. അവർ തീർച്ചയായിട്ടും പിണറായി സർക്കാരിനെതിരെ UDF-ന് വോട്ട് ചെയ്യും. പിന്നെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വൈകാരികമായി നിൽക്കുന്ന ആളുകൾ, അവരും പണി കൊടുക്കണം സർക്കാരിന് എന്ന് തീരുമാനിച്ചിരിക്കുന്ന വലിയ അളവിൽ ഭക്തരായിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. അവർ എന്തായാലും സർക്കാരിന് പണി കൊടുക്കാൻ, പിണറായിക്ക് പണി കൊടുക്കാൻ, പിണറായി അധികാരത്തിൽ നിന്ന് മാറ്റാൻ UDF-നെ വോട്ട് ചെയ്യൂ. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു ക്ലീൻ സ്വൈപ്പ്, ഒരു വലിയ മെജോറിറ്റിയിലുള്ള ഒരു വമ്പൻ വിജയം UDF ഉണ്ടാകും എന്നാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി ചേർത്ത് വെച്ച് എനിക്ക് പറയാനുള്ളത്. വിദ്യ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഇനി വരുന്ന ഒരു നിയമസഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് UDF-ന് അനുകൂലമായിരിക്കും. CPIM പൂർണ്ണമായും തുടർച്ച മാറ്റപ്പെടുമെന്ന് തന്നെയാണ് അനുകൂലമാകുന്നത് മാത്രമല്ല, ഒരു വലിയ തരംഗം സൃഷ്ടിക്കാൻ സാധിക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.